വിശദമായ വാർത്തകൾ നോക്കാം. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമെന്ന ആരോപണം ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി ആകും വിഷയം സഭയിൽ വരിക. KK രമ ഇതിന് നോട്ടീസ് നൽകും. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിലുണ്ടാകും. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തായാലും നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും പ്രധാനമായി സർക്കാരിനെ വലിയ തരത്തിൽ കുഴക്കിയ TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമെന്ന ആരോപണം, അത് വലിയ തരത്തിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു CPM-നെ കൊണ്ടെത്തിച്ചത്. ആ വിഷയം ഇന്ന് നിയമസഭയിൽ വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സമൂഹ മനസാക്ഷി ഞെട്ടിച്ച TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി വിധി ലംഘിച്ച് ശിക്ഷാ ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. KK രമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ KK രമ നോട്ടീസ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയം സഭ ഇന്ന് ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ് TP ചന്ദ്രശേഖരൻ വധം നിയമസഭയിൽ. എന്നാൽ ഇത്തവണ അതിൽ പുതുമയുള്ളത് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷാ ഇളവ് നൽകാൻ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തി. കണ്ണൂരിൽ നിന്ന് ശിക്ഷാ ഇളവ് നൽകാനുള്ള പട്ടികയിൽ ഈ 3 പേരെ ഉൾപ്പെടുത്തി എന്നതാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല. സർക്കാർ അത്ര നീക്കമൊന്നും നടത്തില്ല, അങ്ങനെ വിടാൻ കഴിയില്ലെന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ സഭയിൽ ഉണ്ടാകാനാണ് സാധ്യത. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.